അപ്പോൾ സ്നേഹിതരെ, ഞാൻ പറഞ്ഞ സ്നേഹക്കൂടെന്ന സ്ഥാപനത്തിൽ ഞാൻ എത്തി. ഇവിടെ കോട്ടയം കഞ്ഞിക്കുഴി കൊല്ലാട് എന്ന സ്ഥലത്താണ് ഈ സ്ഥാപനം. അവിടെ ഞാൻ എത്തി. ഇവിടെ വന്നപ്പോൾ നമ്മൾ കണ്ടതും കേട്ടതും എല്ലാം ശരിയാണ്. കണ്ടതിനേക്കാൾ കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ അമ്മച്ചിമാരുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പച്ചന്മാർ കുറച്ച് പേരെ വന്നിട്ടുള്ളൂ. അവർ വേറൊരു സ്ഥാപനത്തിലാണ്. പിന്നീട് നമുക്ക് അവരെ കാണാം. ഇപ്പം നമുക്ക് ഈ സ്ഥാപനത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാം. ആദ്യം നമുക്കിതിൻ്റെ മാനേജറായിരിക്കും, നടത്തിപ്പുകാരനായിരിക്കുന്ന സാറുണ്ട്. അദ്ദേഹവുമായിട്ട് നമുക്കൊന്ന് ചില കാര്യങ്ങളൊന്ന് ചോദിക്കാം. സാറിൻ്റെ പേര് അനുരാജ് എന്നാണെന്ന് എനിക്ക് മനസ്സിലായത്. അപ്പോഴേ സാറിൻ്റെ ഇവിടുത്തെ എന്താണ് സ്ഥാനം, സേവനം, കാര്യങ്ങളൊക്കെ എങ്ങനെ? ഞാൻ ഇതിൻ്റെ സെക്രട്ടറിയാണ്, സെക്രട്ടറിയാണ്. ഓക്കെ. അപ്പോൾ സാർ കുറച്ച് കാര്യങ്ങൾ എന്നോട് പറഞ്ഞു, ഇതിൻ്റെ ചരിത്രം കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു. അത് നമുക്ക് ചുരുക്കമായിട്ട് ഒന്ന് കേൾക്കാം ആ കാര്യങ്ങൾ. ആക്ച്വലി ഇത് ഫൗണ്ട് ചെയ്തത് 10 വർഷങ്ങൾക്ക് മുമ്പാണ്. നമ്മളിവിടെ സ്നേഹക്കൂട് അഭയമന്ദിരമായിട്ട് പ്രവർത്തിച്ചു തുടങ്ങിയത്. അതിനു മുമ്പ് ഒരു ചെറിയ 19ാമത്തെ വയസ്സിൻ്റെ ഭാര്യയാണ് ഇത് സ്നേഹക്കൂടെന്നൊരു ആശയമായിട്ട് തയ്യക്കട നടത്തുകയായിരുന്നു. അപ്പോൾ അവിടുന്ന് രാവിലെ അമ്പലത്തിൽ പോകുന്ന കൂട്ടത്തിൽ ഒരാൾ അവിടെ ഒരു ആക്സിഡൻ്റായിട്ട് കിടക്കുകയും പുള്ളിയെ ഒന്ന് ആശുപത്രി കൊണ്ടുപോയി തിരിച്ച് കൊണ്ടുവിടാൻ മറ്റു മാർഗ്ഗമില്ലാത്ത സ്ഥലത്ത് അവിടെ തന്നെ തിരികെ കൊണ്ടുവിടുകയും പിന്നെ ദിവസവും ഭക്ഷണം കടയിലേക്ക് തുറക്കാൻ കൊണ്ടുവരുന്ന ഭക്ഷണത്തിൻ്റെ ഒപ്പം പുള്ളിക്ക് ഭക്ഷണമായിട്ടാണ് വന്നത്. അങ്ങനെ ഒരാൾക്ക് കൊടുക്കാൻ തുടങ്ങി, പിന്നെ എല്ലാവരും കൈ നീക്കാൻ തുടങ്ങി. അങ്ങനെ എല്ലാവർക്കും കൊടുത്ത് പിന്നെ ഒരു 2-3 വർഷം അങ്ങനെ തന്നെ പോയി. പിന്നെയാണ് സ്നേഹക്കൂടെന്ന പേരിൽ ഒരുപാട് ആൾക്കാർ സഹായമായിട്ട് വന്നപ്പോൾ സ്നേഹക്കൂടെന്ന പേരിൽ ഒരു ഫേസ്ബുക്ക് കൂട്ടായ്മ തുടങ്ങുകയും 2015 വരെ ആ ഫേസ്ബുക്ക് കൂട്ടായ്മയിൽ കൂടെ ഒരു 8 കുടുംബങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കുകയും 5-6 കുട്ടികളുടെ കല്യാണം നടത്തി കൊടുക്കുകയും പെട്ടിക്കടകൾ, പിന്നെ നമ്മുടെ മുച്ചക്ര വാഹനങ്ങൾ, വീൽ ചെയറുകളൊക്കെ അതൊക്കെ കൊടുത്താണ് നടന്നു വന്നത്. ഇപ്പോൾ 2015 സ്നേഹക്കൂട് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന പേരിൽ നിയമപരമായിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള നിലയിൽ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റായിട്ട് വ്യത്യസ്ത മതസ്ഥരായ വിവിധ ജില്ലകളിലുള്ള പല പ്രായത്തിലുള്ള ആൾക്കാർ, വിവിധ തുറകളിലുള്ള ആൾക്കാരായിരുന്നു. എൻ്റെ 25 ബോർഡ് മെമ്പേഴ്സാണ് ഇതിനുണ്ടായിരുന്നത്. ആദ്യം അവരുമായിട്ട് ചേർന്നാണ് നമ്മൾ സ്നേഹക്കൂട് ചാരിറ്റബിൾ ട്രസ്റ്റ് തുറക്കം കുറിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അങ്ങനെ പിന്നെയും കുറേ കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ പോലീസുകാരൊക്കെ ഈ നിശ്ചയം കൊണ്ടുവന്ന് ഈ ഒറ്റയ്ക്കുള്ള അച്ഛനമ്മമാരെയൊക്കെ കിട്ടുമ്പോൾ കൊണ്ട് ഏൽപ്പിക്കുകയായിരുന്നു. അപ്പോൾ ഏൽപ്പിക്കുമ്പോൾ കട അടച്ചിട്ടിട്ടാണ് പത്തനാപുരം ഗാന്ധി ഭവൻ ഉൾപ്പെടെയുള്ള കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള സ്ഥലങ്ങളിൽ കൊണ്ടെത്തിക്കുകയായിരുന്നു. അപ്പോൾ അത് ഉപജീവനത്തെ നമ്മളെ ബാധിക്കുമെന്നുള്ള നിലയിൽ ആഴ്ച 2-3 പ്രാവശ്യം കട അടച്ചിട്ടുണ്ട് വീടുകൾ വന്നു. അങ്ങനെ വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഞങ്ങളെല്ലാവരും പ്ലാൻ ചെയ്തിട്ട് ഒരു ചെറിയ വീട് വാടകയ്ക്ക് എടുത്തിട്ട് അവിടെ വരുന്ന അച്ഛനന്മാരവിടെ താമസിപ്പിക്കാം. ആഴ്ചയിൽ ഒരിക്കൽ ഇവരെ എവിടെയെങ്കിലും ഒരു സുരക്ഷിതമായ സ്ഥാനം കണ്ടെത്തി എത്തിക്കാമെന്നായിരുന്നു ഞങ്ങൾ വിചാരിച്ചത്. അങ്ങനെ 1-2 പേരെ പിന്നെ ഞങ്ങൾ അങ്ങനെ എത്തിച്ചു. അത് കഴിഞ്ഞ് വന്നവരൊന്നും ഞങ്ങളെ വിട്ട് പോകാതായപ്പോഴാണ് നനച്ചിരിക്കാതെ സ്നേഹക്കൂടെന്ന അഭയമന്ദിരത്തിന് നമ്മൾ തുടക്കം കുറിക്കുന്നത്. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ചരിത്രം. ഇപ്പൊ 10 വർഷമായി. ഇപ്പൊ 132 അച്ഛനമ്മമാരാണ് എല്ലാവരുടെ ഇവിടെ ഉള്ളത്. 132 പേരുണ്ട്. അപ്പൊ എല്ലാവരുടെ എല്ലാ മതത്തിലുള്ളവരുണ്ട്, എല്ലാ രാഷ്ട്രീയക്കാരുണ്ട്, എല്ലാ വിഭാഗക്കാരും ഇവിടെ ഉണ്ട്. അതുപോലെ ഞാൻ കേട്ടത് സാറിന് ഇവിടെ ഇവരെല്ലാവരും അമ്മയും അച്ഛനെയും പോലെയാണ്, വേറെ ഒന്നുമില്ല. അവരും ഭക്ഷണം കഴിക്കുന്നത്, നിങ്ങളും ഭക്ഷണം കഴിക്കുന്ന ഇവരുടെ കൂടെയാണ്. അതെ, കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന ഇവരുടെ കൂടെയാണ് ഉറപ്പായിട്ടും എന്നൊക്കെയാണ് ഞാൻ കേട്ടത്. അതെ, ഇവിടെ നമുക്ക് സ്റ്റാഫിനെ പോലും അല്ലെങ്കിൽ ഞങ്ങൾക്ക് നല്ലൊരു ഇൻസ്ട്രക്ഷനാണ് ഞങ്ങൾ കൊടുത്തിരിക്കുന്നത്. ഇവിടെയുള്ള അച്ഛനമ്മമാർ ഞങ്ങളെ മക്കളെയൊന്നും ഇവിടെയുള്ള ആരും, സ്റ്റാഫ് ഉൾപ്പെടെ ആരും ഇവരെ പേര് പോലും വിളിക്കാൻ പറ്റത്തില്ല. അച്ഛൻ അമ്മ എന്നൊരു അങ്ങനെ പോലും വിളിക്കാനുള്ളൊരു ഇതിവിടെ ഉള്ളൂ നമുക്ക്. പിന്നെ പൂർണ്ണ സമയം ഇവിടെ നമ്മൾ ആരെങ്കിലുമൊക്കെ ഇവിടെ കാണും. പിന്നെ ഇവർക്ക് ടൂറ്, ട്രിപ്പ്, സിനിമ, അങ്ങനെ എൻ്റർടൈൻമെൻ്റ് ഒരു മൂഡാണ്. ഇവിടെ നിയമങ്ങളൊന്നുമില്ല, അടച്ചുപൂട്ടലുകൾ അങ്ങനെയുള്ളതൊന്നുമില്ല, നിയമങ്ങളൊന്നുമില്ല. അവരുടെ മുന്നിൽ തന്നെ ഇരുന്നാണ് പറയുന്നത് കാര്യം. നമ്മുടെ അടിയന്തരമായിട്ട് ഇപ്പോഴുള്ള ഒരു പ്രതിസന്ധി, നമുക്കൊത്തിരി പ്രതിസന്ധി ഇതിൻ്റെ പിന്നിലുണ്ട്. ഇനിയിപ്പോൾ സാമ്പത്തിക ബാധ്യതകൾ ഒരുപാടുണ്ടെന്നൊക്കെ നമുക്കറിയാം. എങ്കിൽ ഇപ്പം നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രതിസന്ധി ഇപ്പം ഉണ്ടായാലും നമുക്ക് 4 വർഷത്തിന് മുമ്പാണ്, ഒരു 3 വർഷത്തോളമായി നമുക്ക് ഓർഫനേജ് കൺട്രോൾ കൊണ്ട് ലൈസൻസ് കിട്ടിയത്. അപ്പോൾ കിട്ടിക്കഴിഞ്ഞപ്പോൾ അവരൊരു ഇത് വെച്ചായിരുന്നു, 4 വർഷത്തിനുള്ളിൽ ഇത്
സ്വന്തമായ കെട്ടിടത്തിലോട്ട് മാറ്റിയില്ലെങ്കിൽ ലൈസൻസ് റദ്ദാക്കും എന്നുള്ള പുതിയ നിയമം അനുസരിച്ച് സ്വന്തമായിട്ട് കെട്ടിടമെന്നുള്ള സ്ഥാപനങ്ങൾക്ക് മാത്രമേ ലൈസൻസ് കൊടുക്കുന്നുള്ളൂ. അപ്പം നമ്മൾ അത്രയും ഒരു വർഷം പഴയ ആയതുകൊണ്ട് അവർ ഒരു ഫേവർ തന്ന് നമുക്ക് ലൈസൻസ് തന്നതാണ്. അപ്പോൾ അവരൊരു 4 വർഷത്തിനുള്ളിൽ സ്വന്തമായിട്ട് സ്ഥലം മേടിച്ച് കെട്ടിടം പണിയണം, അതിനുള്ളിൽ അല്ലെങ്കിൽ ലൈസൻസ് ക്യാൻസലായി പോകുമെന്നാണ് നമുക്കൊരു അവർക്കൊരു ഇത് തന്നിട്ടുള്ളത്. അപ്പോൾ പിന്നെ പെട്ടെന്ന് ഞങ്ങൾ എന്ത് ചെയ്തു, ഒരു വളരെ കോട്ടയത്തുനിന്ന് ടൗണിലായിരുന്നു, 4 വാടക കെട്ടിടങ്ങളായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ തുച്ഛമായ വിലയ്ക്ക് ഇത്രയകത്തൊരു സ്ഥലം കിട്ടിയപ്പോൾ ഞങ്ങളൊരു 15 സെൻറ്റ് സ്ഥലം ഞങ്ങൾ വാങ്ങിയിട്ട് ഒരു 3 വർഷമായി വാങ്ങിയിട്ട് പണിയൊന്നും നടന്ന് അതിന് മുകളിലോട്ട് കല്ല് വയ്ക്കാൻ പോലും ഞങ്ങൾക്ക് പറ്റിയില്ലായിരുന്നു. പിന്നെ കുറച്ച് സുമനസായ ആൾക്കാർ ഞങ്ങൾ സ്ക്വയർ ഫീറ്റ് ചലഞ്ച് നടത്തിയായിരുന്നു. 1500 രൂപ ഒരു സ്ക്വയർ ഫീറ്റിന് അച്ഛനമാർക്ക് കെട്ടിടം വെക്കാൻ തരാമെന്ന് ചോദിച്ച് ഞങ്ങൾ ഫേസ്ബുക്കൊക്കെ വഴി ഒരു ചലഞ്ച് നടത്തിയപ്പോൾ അതിൽ നിന്നും കുറച്ച് പൈസ കിട്ടി. പിന്നെ കേറാൻ ഷെയർ എന്ന് പറഞ്ഞൊരു ഫൗണ്ടേഷനെ, അമേരിക്കയിലുള്ള 1-2 സംഘടനകൾ 1-2 റൂമുകൾ നമുക്ക് സ്പോൺസർ ചെയ്തായിരുന്നു. ഈ താഴത്ത് നിലം മൊത്തം ആക്ച്വലി ഓരോരുത്തർ സ്പോൺസർ ചെയ്തതാണ്. അങ്ങനെ സ്പോൺസറിങ് നടന്നു. അതിൻ്റെ പൈസയൊക്കെ നമുക്ക് അവർ പൈസയായിട്ട് ഞങ്ങൾ വാങ്ങിയില്ല, ഞങ്ങൾ സാധനങ്ങളായിട്ടാണ് അവരിൽ നിന്ന് സ്വീകരിച്ചത്, പൈസയായിട്ട് വാങ്ങിയില്ല. പിന്നെ ഇതിനുള്ള പണിക്കൂലി മാത്രം ഞങ്ങൾ സ്ക്വയർ ഫീറ്റ് ചലഞ്ചിലൂടെ കണ്ടെത്തി കൊടുത്തു. അങ്ങനെ ഒരു നിലയായി. പിന്നെ രണ്ടാമത്തെ നില LIC ആണ് നമുക്ക് വേണ്ടി സ്പോൺസർ ചെയ്തത്. അപ്പോൾ അവരും നമ്മളത് സഹായിച്ചു. പിന്നെ ടോട്ടലി അങ്ങനെയാണ് ഞങ്ങൾ ഈ സ്ഥാപനം. അപ്പോൾ ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ചതിനൊക്കെ നല്ലൊരു ഹ്യൂജ് എമൗണ്ട് ഞങ്ങളുടെ കയ്യിൽ നിന്ന് ആയി. അപ്പോൾ പലയിടത്തുനിന്നും നമ്മൾ പലരുടെയും കയ്യിൽ നിന്ന് പൈസയൊക്കെ പലിശയ്ക്ക് വരെ വാങ്ങിയിട്ടാണ് ഈ സ്ഥാപനം നമ്മൾ ഇത്രയും ആക്കി. ഇപ്പം 3 മാസമായത് തീർന്നിട്ട്. അപ്പം അതിൻ്റെ ഒരു ബാധ്യത ഉള്ളത് കൊണ്ട് സാമ്പത്തികമായിട്ട് നല്ലൊരു ബുദ്ധിമുട്ടാണ് ഇപ്പോൾ. അതുപോലെ പിന്നെ ഞാനിത് കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് കണ്ടായിരുന്നു ഫേസ്ബുക്കിൽ. പല വ്യഞ്ജന സാധനങ്ങളും പച്ചക്കറികളും ഒക്കെ കിട്ടിയെങ്കിൽ നന്നായിരുന്നു. അപ്പം ഞാൻ മനസ്സിലാക്കി, അതുകൊണ്ടാണ് ഇന്ന് തന്നെ ഞാൻ ഓടി വന്നത്. അപ്പോൾ അത് അടിയന്തരമായിട്ട് നമുക്ക് അങ്ങനെ ഒരു ഞെരുക്കത്തിലൂടെ പോകുന്നു എന്ന് മനസ്സിലായി. അതെ അതെ, ആ ഒരു അത്യാവശ്യം അത്രയും ഒരു ഇതായതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത്. ഇപ്പോൾ സാധാരണ നമ്മൾ ഒരാളോട് സഹായം ചോദിക്കുമ്പോൾ അവർ പലരും വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള സ്ഥാപനങ്ങൾ ഏതാണ്ട് ഒരുപാട് പൈസയൊക്കെയുള്ള സ്ഥാപനങ്ങളാണ്, അവർക്ക് പൈസ വാങ്ങിയിട്ട് അവർ മറ്റു രീതിയിൽ ചിലവഴിക്കുന്നു എന്നുള്ളൊരു പരാതികളൊക്കെ സ്വാഭാവികമായിട്ടുണ്ട്, നമുക്കതറിയാം. പക്ഷെ അതുകൊണ്ടാണ് നമ്മൾ പൈസ ചോദിക്കുക. ഇവിടെ അന്നദാനം നടത്താൻ പോലും ഞങ്ങൾ ഇത്ര രൂപ എന്നുള്ളൊരു കൺസെപ്റ്റ് ഇവിടെ ഇല്ല. നമ്മൾ എന്തായാലും ഭക്ഷണം കൊടുത്തേ പറ്റത്തുള്ളൂ. അപ്പോൾ ഒന്നിനൊപ്പം ഒരു കള്ളെന്നുള്ള നിലയിൽ തരുന്നത് സ്വീകരിക്കുന്നു, അവർക്ക് എന്തെന്ന് വെച്ചാൽ കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വാങ്ങുന്നു എന്ന് മാത്രമേ കൺസെപ്റ്റ് ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ പല വ്യഞ്ജനങ്ങളും അത് എത്തിച്ചെന്നാൽ മതി. നമുക്ക് ഭക്ഷണം കൊടുക്കാന്നുള്ളതാണല്ലോ ഏറ്റവും വലിയ കാര്യം. അപ്പം പൈസ തന്നെ വേണമെന്നുള്ള നിർബന്ധങ്ങളൊന്നുമില്ല. നമുക്ക് കഴിയാവുന്ന പല വ്യഞ്ജനമാണെങ്കിൽ എങ്ങനെയല്ല ഭക്ഷണം പാചകം ചെയ്തിട്ട് വന്നാലും ഇവിടെ കൊണ്ടുവരാം, നമുക്ക് സ്വീകരിക്കും. അതുപോലെ 1-2 കൺഫ്യൂഷനുണ്ട്. ഈ കോട്ടയത്ത് പിന്നെ ബേക്കറി ജംഗ്ഷനിലാണ് ഈ സ്ഥാപനം എന്നുള്ളൊരു കൺഫ്യൂഷനുണ്ട്. അപ്പം നമുക്ക് ഇപ്പം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഇവിടെ കറക്റ്റ് എത്തിച്ചേരണമെങ്കിലുള്ള എളുപ്പ വഴി എന്താണ്? കോട്ടയത്ത് ബേക്കറി ജംഗ്ഷനിൽ നമ്മുടെ സ്ഥാപനം ഉണ്ട്. എന്ന് പറഞ്ഞാൽ 2 വാടക കെട്ടിടത്തിൽ ഇതിപ്പോൾ അമ്മമാരെ മാത്രമാണ് നമ്മളിങ്ങോട്ട് മാറ്റിയിരിക്കുന്നത്. ഒരു ബിൽഡിങ്ങിൽ അമ്മമാരെ മാത്രമാണ്. ഇനിയിപ്പോൾ അച്ഛന്മാർക്ക് കൂടെ ഒരു ബിൽഡിംഗ് കൂടെ ഞങ്ങൾ സ്പേസ് ഉണ്ട് പണിയാൻ വേണ്ടിയിട്ട്, അതിനുള്ളൊരു ഫണ്ട് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ബാധ്യത ഒന്ന് കഴിഞ്ഞിട്ട് വേണം അത് ചെയ്യാനായിട്ട്. അപ്പം വൈഡ് പ്ലേസിന്റെ പുറകിൽ നമ്മുടെ അപ്പച്ചന്മാർ 54ഓളം പേര് അവിടെ താമസിക്കുന്നുണ്ട്. അവിടെയുണ്ട്, അവിടെ നടക്കുന്നുണ്ട്. പിന്നെ ഇവിടെ അമ്മച്ചിമാർ, ഇത് കൊല്ലാട് ബോട്ട് ജെട്ടിക്കവല എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ബോട്ട് ജെട്ടിക്കവല അവിടെ നമ്മുടെ ചിങ്ങവനം കഞ്ഞിക്കുഴി റോഡിലാണ് ബോട്ട് ജെട്ടിക്കവല എന്ന് പറഞ്ഞ സ്ഥലമുള്ളത്. അവിടെ നിന്ന് 1 കിലോമീറ്റർ അകത്തോട്ട് തൃക്കോവിൽ മഹാദേവ ക്ഷേത്രത്തിന് സമീപമാണ്. അതെ, ഈ സ്നേഹക്കൂടി ഇപ്പോൾ അമ്മ വീട് സ്ഥിതി. കൊട്ടാരക്കര സൈഡിൽ നിന്ന് വരുമ്പോൾ കോട്ടയം ജംഗ്ഷനിൽ വരേണ്ട കാര്യം. ചിങ്ങവനത്ത് ഇറങ്ങിയാലും ഇങ്ങോട്ട് വരാൻ പറ്റും. ചിങ്ങവനത്ത് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഓട്ടോ വിളിച്ചാലും ബസ്സൊക്കെ ഉണ്ട്. കോട്ടയത്തിക്കൊല്ലൊരു ബസ് കിട്ടും, അങ്ങനെ വേണമെങ്കിലും വരാൻ പറ്റും. നമുക്ക് ഓണമൊക്കെ വരുമല്ലോ, എല്ലാവർക്കും ഓരോ ഓണക്കോടിയൊക്കെ ആരെങ്കിലും കൊണ്ടുകൊടുത്താൽ അവർ സ്വീകരിക്കത്തില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. പഴയ തുണികൾ ഞങ്ങൾ അങ്ങനെ സ്വീകരിക്കത്തില്ല. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഇവിടെ 132 പേരുണ്ട്. അതിൽ എനിക്ക് ഒരാൾക്ക് കൊടുക്കണം, അല്ലെങ്കിൽ 5 പേർക്ക് കൊടുക്കണം, 10 പേർക്ക് കൊടുക്കണം, അല്ലെങ്കിൽ 132 പേർക്ക് ഒന്നിച്ച് കൊടുക്കണം. അവർക്ക് പഴയത് വേണ്ട, പുതിയതായിട്ടുള്ള, പഴയത് അവർക്ക് ഇഷ്ടം പോലെ ഉണ്ട്. പുതിയതായിട്ട് നല്ല ഇടാൻ കൊള്ളാവുന്ന പുതിയത് നിങ്ങൾക്ക് കൊടുക്കാൻ താല്പര്യമെങ്കിൽ അത് നിങ്ങൾക്ക് കൊടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. 132 പേർക്കും എനിക്ക് കൊടുക്കാൻ പറ്റില്ല, ഒരാൾക്ക് അത് മതി, ഒരാൾക്ക് മതി. 10 പേർക്ക് എനിക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ ആ 10 പേർക്ക് കൊടുക്കാനുള്ള സാഹചര്യമുണ്ട്. അപ്പം അവർ ഇതെല്ലാം കൂടെ ബാക്കി 132 പേർക്കും എപ്പോഴാണോ അവരുടെ കയ്യിൽ ഒന്നിച്ച് കൊടുക്കാൻ സാഹചര്യം കിട്ടുന്നത് അപ്പോൾ അവർ ബാക്കിയും കൂടെ ചേർത്ത് വാങ്ങും. അല്ല, ഞാൻ നിങ്ങളോട് പറയുന്നത് ഈ 132 പേർക്ക് കൊടുത്തില്ലെങ്കിലും
ഒരു പകുതിയെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് കഴിയുന്നതിൻ്റെ പരമാവധി ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട്. അതിനൊന്നും അവർക്കൊരു പരാതിയില്ല. അത് നിശ്ചയമായിട്ടും ചെയ്യണം എന്ന് ഞാൻ പറയുന്നു. സാറിൻ്റെ ഫോൺ നമ്പർ ഇതിനകത്ത് കൊടുക്കും, ബന്ധപ്പെടാനുള്ള നമ്പർ ഇതിനകത്ത് കൊടുക്കും. ആ നമ്പറിൽ നിങ്ങൾ എന്നെ വിളിക്കണമെന്നില്ല, നേരിട്ട് വിളിച്ചാൽ മതി. നേരിട്ട് വിളിച്ച് സാറിനെ വിളിച്ച് ഈ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. അപ്പോൾ തന്നെ ഇതിൻ്റെ ഈ QR കോഡ് ഇവർക്കുണ്ടല്ലേ, QR കോഡും ആ വീഡിയോക്കകത്ത് കൊടുക്കും. അത് നിങ്ങൾക്ക് ഗൂഗിൾ പേ വഴിയോ ഫോൺ പേ വഴിയോ ഒക്കെ അവർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു അത്യാവശ്യത്തിന് രോഗം വന്നു, ഒരു ഹോസ്പിറ്റലിൽ പോകണം, അതിനിവിടെ ആംബുലൻസ് ഉണ്ടോ? ആംബുലൻസ് ഇല്ല. ആംബുലൻസ് അത്യാവശ്യമാണ്. അതെ. അപ്പം ഈ സ്ഥാപനത്തിന് ഏറ്റവും അത്യാവശ്യമായിട്ടിരിക്കുന്ന ഒരു ആംബുലൻസ് ഉണ്ട്. അതിനും മനസ്സിലുള്ളവർ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരിലുണ്ടാവും. ഒരു ആംബുലൻസ് അല്ലെങ്കിൽ 5 പേര് ചേർന്ന് അല്ലെങ്കിൽ 10 പേര് ചേർന്ന് ഒരു ആംബുലൻസ് നിശ്ചയമായിട്ടും ഈ സ്ഥാപനത്തിന് ആവശ്യമുണ്ട്. അത് കൊടുക്കണമെന്ന് ഞാൻ താഴ്മയായി അപേക്ഷിക്കുകയാണ്. അപ്പം ഇപ്പം നിലവിൽ കിടപ്പ് രോഗികളുണ്ടെന്നാണ് ഞാൻ കേട്ടത്. ഉള്ളതല്ലേ? കിടപ്പ് രോഗികൾ ഒത്തിരി ഉണ്ട്. ഇപ്പൊ 2 പേര് മരണപ്പെട്ടു, ഒരാളുടെ ഇല്ലേ ഇന്ന് അടക്കത്തിന് പോയിരിക്കുകയാണ്. അപ്പം അത് കൊണ്ടുപോകാനും ഇനി കിടപ്പ് രോഗികളെ ആശുപത്രി കൊണ്ടുപോകാനും ഒക്കെ ആയിട്ട് ഒരു ആംബുലൻസ് ഈ സ്നേഹക്കൂടിന് ഏറ്റവും ആവശ്യമായിരിക്കുന്ന ഒരു ഘടകമാണ്. വീണ്ടും ഇന്നലല്ല പിന്നെ ഞാൻ ഈ പോസ്റ്റ് കണ്ടത് പല വ്യഞ്ജനങ്ങളും പച്ചക്കറിയും കുറവാണ്, അത് തന്നാൽ നല്ലതാണെന്നുള്ള വീഡിയോ കാണുന്നത്. വീഡിയോ അല്ല, പോസ്റ്റാണ് കാണുന്നത്, ഒരു പരസ്യം. അത് കണ്ടപ്പോഴാണ് ഇന്ന് തന്നെ ഇവിടെ വരാൻ. അത് ഞാൻ ബൈക്കിനാണ് വന്നത്, ബൈക്ക് ഓടിച്ചോണ്ടാണ്. യാക്കോബിനെ പോലെ ഞാൻ അലഞ്ഞപ്പോ, സാഗറിനെ പോലെ ഞാൻ കരഞ്ഞപ്പോ, യാക്കോബിനെ പോലെ ഞാൻ അലഞ്ഞപ്പോ, മരുഭൂമിയിൽ എനിക്കു ജീവജലം തന്നെ എത്രത്തോളമേകോ സഹായിച്ചു. മരുഭൂമിയിൽ എനിക്കു